വന്യമൃഗശല്യത്തിൽ സഭയിൽ മറുപടി നൽകിയിരിക്കുകയാണ് വനവകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ മരണം കൂടുന്നത് ശാസ്ത്രീയമായ കണക്കല്ല. വനമേഖലയെ 12 ഹോട്ട്സ്പോട്ടുകളാക്കി പ്രത്യേക ശ്രദ്ധ നൽകുന്നുവെന്നും എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമല്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മന്ത്രിയുടെ പ്രതികരണം അംഗീകരിക്കാനാകില്ലെന്ന് മാത്യു കുഴൽനാടൻ എം.എൽ.എ. തിരിച്ചു പറഞ്ഞു. സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു മാത്യു കുഴൽനാടൻ എം.എൽ.എയുടെ അടിയന്തര പ്രമേയ നോട്ടീസ്. കൂടുതൽ വിവരങ്ങളുമായി ശാലിനി ചേർന്നുണ്ട്. ശാലിനി, എന്താണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, അടിയന്തര പ്രമേയമായി റൂൾ 50 പ്രകാരമാണ് വന്യമൃഗ ശല്യം, ഒപ്പം തന്നെ വന്യമൃഗങ്ങളുടെ ശല്യത്തെ തുടർന്നുണ്ടാകുന്ന മരണങ്ങളടക്കം ഉയർത്തിക്കാട്ടിക്കൊണ്ട് മാത്യു കുഴൽനാടൻ എം.എൽ.എ. അടിയന്തര പ്രമേയ നോട്ടീസ് നൽകുന്നത്. വിഷയം സഭയിൽ ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വിഷയത്തിലാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മന്ത്രി അടക്കമുള്ളവർ പറയുന്നത് നിലവിലെ സാഹചര്യത്തിൽ സമൂഹത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. പക്ഷേ നിലവിൽ ഇന്ന് ഈ വിഷയം സഭ നിർത്തിവെച്ചുകൊണ്ട് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ ചൂണ്ടിക്കാട്ടുന്നത്. മന്ത്രി പറയുന്നത് ഇത്തരത്തിലാണ്: വന്യജീവി ആക്രമണത്തിൽ മരണം നടക്കുന്നത് എന്നുള്ള കണക്കുകൾ, അതായത് മരണം സംഭവിക്കുന്നു, മരണങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ അത് ശാസ്ത്രീയമാണ്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ മരണസംഖ്യ വർദ്ധിക്കുന്നു എന്നുള്ള കാര്യം തെറ്റായ പ്രവണതയാണ് എന്നുള്ളതാണ് മന്ത്രി ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുള്ളത്. ഒപ്പം തന്നെ മന്ത്രി പറയുന്നത് പ്രശ്നം നിസ്സാരമായി കാണുന്നില്ല, സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്നൊരു കാര്യം മന്ത്രി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മരണം കുറയുന്നു എന്ന മറുപടി വസ്തുതാവിരുദ്ധം എന്നുള്ളതാണ് ഈ പ്രമേയം അവതരിപ്പിച്ച അല്ലെങ്കിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയ മാത്യു കുഴൽനാടൻ എം.എൽ.എ. പറഞ്ഞിട്ടുള്ളത്. മലയോര മേഖലയിലെ ജനങ്ങളെ വിലക്കെടുക്കാനോ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ സർക്കാർ ഒരു രീതിയിലും ഇടപെടുന്നില്ല എന്നൊരു വിമർശനം കൂടി ഈ ഘട്ടത്തിൽ മാത്യു കുഴൽനാടൻ എം.എൽ.എ. ഉന്നയിക്കുകയുണ്ടായി. ഒപ്പം തന്നെ മന്ത്രിയുടെ പ്രതികരണങ്ങൾ അംഗീകരിക്കാൻ കഴിയാത്തതാണ്, രാഷ്ട്രീയമായി വിഷയത്തെ കാണേണ്ടത് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സർക്കാരിനെതിരെ ഗുരുതര ആരോപണങ്ങളും വിമർശനങ്ങളുമാണ് മാത്യു കുഴൽനാടൻ എം.എൽ.എയുടെ ഭാഗത്തു നിന്ന് വന്നത്. ഒപ്പം തന്നെ റോഷി അഗസ്റ്റിൻ മന്ത്രി അടക്കമുള്ളവർ സ്വീകരിക്കുന്ന നിലപാട് ഇക്കാര്യത്തിൽ ശരിയായ രീതിയിലല്ല എന്നുള്ള കാര്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ശേഷം പ്രതികരിച്ച എ.കെ. ശശീന്ദ്രൻ അടക്കമുള്ളവർ വിഷയത്തെ രാഷ്ട്രീയമായി കാണരുത്, അല്ലെങ്കിൽ അത്തരത്തിൽ വിമർശനങ്ങൾ ഉന്നയിക്കരുത് എന്നുള്ള മറുപടി കൂടി നൽകിയിട്ടുണ്ട്. മാത്യു കുഴൽനാടൻ എം.എൽ.എയുടെ പ്രതികരണത്തിൽ വലിയ രീതിയിലുള്ള വാക്പോരിലേക്ക് പിന്നീട് സഭയ്ക്കകത്ത് മന്ത്രിയും മാത്യു കുഴൽനാടനും അടക്കമുള്ളവർ പോകുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം മലയോര ജനങ്ങളുടെ വോട്ടുകൾ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നടപടിയാണ് സർക്കാർ പല ഘട്ടങ്ങളിലും സ്വീകരിക്കുന്നത്. നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങൾ, ഒപ്പം തന്നെ വനനിയമ ഭേദഗതി അടക്കമുള്ള കാര്യങ്ങളിൽ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് മന്ത്രി ഇത്തരത്തിലൊരു പ്രതികരണം ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. എന്തായാലും വിഷയത്തിൽ ഇപ്പോഴും ചർച്ച നടക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ഇപ്പോഴും സംസാരിക്കുകയാണ്. പക്ഷേ വനനിയമം, ബഫർ സോൺ അടക്കമുള്ള കാര്യങ്ങളിൽ അക്കമിട്ട് സർക്കാരിനെ പിന്തുണച്ചുകൊണ്ടാണ് വനമന്ത്രി വിഷയത്തിൽ പ്രതികരിച്ചത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഒരു കാലത്തും മലയോര ജനതയെ അല്ലെങ്കിൽ മലയോര മേഖലയിലെ ആളുകളെ മാറ്റി നിർത്താൻ ശ്രമിച്ചിട്ടില്ല. അവരെ ചേർത്ത് പിടിക്കുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ബഫർ സോണിലാണെങ്കിലും വനഭേദഗതി നിയമത്തിലാണെങ്കിലും അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, നിലവിൽ അടിയന്തര സാഹചര്യത്തിൽ ഉണ്ടായ കാര്യങ്ങൾ, ഒപ്പം തന്നെ അടുത്തിടെ ഉണ്ടായ 2 കാട്ടാനാക്രമണത്തിലുണ്ടായ മരണങ്ങൾ, ഇവയിലൊക്കെ 20 കിലോമീറ്റർ വനത്തിനുള്ളിലേക്ക് ആളുകൾ പോയാണ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് നാട്ടിലിറങ്ങിയുള്ള വന്യജീവി ആക്രമണത്തിന്റെ പരിധിയിൽ പെടുന്നതല്ല. എങ്കിൽ പോലും മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ 4 ലക്ഷം രൂപ SDRF ഫണ്ടിൽ നിന്നും ധനസഹായമായി നൽകിയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് ഇക്കാര്യത്തിൽ മറുപടി എ.കെ. ശശീന്ദ്രൻ നടത്തിയിട്ടുള്ളത്. വിഷയത്തിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുകയാണ്. അല്പസമയത്തിനകം ഒരുപക്ഷെ ഈ വിഷയം അടിയന്തര പ്രമേയമായി ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാത്ത നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് സഭ വിട്ടിറങ്ങാനുള്ള നടപടിയിലേക്ക് പ്രതിപക്ഷം നീങ്ങുകയും ചെയ്യും. വിഷ്ണു, ശാലിനി, നമുക്കറിയാം വളരെയധികം ഗുരുതരമായൊരു വിഷയം തന്നെയാണ് ഈ വന്യമൃഗ ശല്യം എന്ന് പറയുന്നത്. നമുക്കറിയാം ഇന്നും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ മലപ്പുറത്ത് ഒരു കാട്ടാന കിണറ്റിൽ വീണതുമായി ബന്ധപ്പെട്ട ഒരു പ്രതിഷേധം തന്നെ ഉടലെടുത്ത ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ ഈ വിഷയങ്ങളൊക്കെ തന്നെ ചേർത്ത് കൊണ്ടൊരു നിർദ്ദേശങ്ങളൊക്കെ തന്നെയാകും ഇപ്പോൾ പ്രതിപക്ഷവും മുന്നോട്ട് വയ്ക്കുന്നത്. എന്നിരുന്നാൽ കൂടിയും ഇതിൽ മന്ത്രി നൽകിയ ആ ഒരു മറുപടിയാണ് ഏറെ ശ്രദ്ധേയമാകുന്നത്. ഒരു പക്ഷേ മന്ത്രിയുടെ ആ ഒരു വാക്കുകളിൽ തന്നെ ഒരു കാര്യം സൂചിപ്പിക്കുന്നത് വളരെയധികം ലാഘവത്തോടെയാണ് ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമാണ്. ഒരുപക്ഷെ ജനങ്ങൾക്ക് വേണ്ടത് ശാശ്വതമായൊരു പരിഹാരം തന്നെയാണ്. ആ ഒരു പരിഹാരം വേണമെന്നുള്ളൊരു കാര്യം തന്നെയല്ലേ പ്രതിപക്ഷവും മുന്നോട്ട് വയ്ക്കുന്നത്?
വിഷ്ണു, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. മരണം കുറയുന്നുവെന്ന മന്ത്രിയുടെ പ്രതികരണം അല്ലെങ്കിൽ പ്രസ്താവന അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വിഷയത്തിൽ ഇപ്പോൾ മാത്യു കുഴൽനാടൻ MLA പറയുന്നത്. ഒപ്പം തന്നെ മലയോര മേഖലയിലെ ജനങ്ങളുടെ അവസ്ഥ അത് മാറണം എന്നൊരു കാര്യം കൂടി ഈ ഒരു നോട്ടീസ് നൽകിക്കൊണ്ട് മാത്യു കുഴൽനാടൻ MLA പറയുകയുണ്ടായി. ഒന്നും ചെയ്യാനില്ല, എല്ലാം ചെയ്യേണ്ടത് കേന്ദ്രമാണ് എന്ന് പതിവ് ശൈലി പറയുന്ന സംസ്ഥാന സർക്കാരിന്റെ വാദം അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് മാത്യു കുഴൽനാടൻ പറയുന്നത്. അതേസമയം തന്നെ ഈ വിഷയത്തിൽ ഇപ്പോൾ മന്ത്രി പറഞ്ഞിട്ടുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. തെറ്റിദ്ധാരണ വെച്ച് പ്രതിപക്ഷം പ്രതികരിക്കുകയാണ് സഭയ്ക്കകത്തും പുറത്തും എന്നുള്ളതാണ്. അടുത്തിടെ നടന്ന 2 മരണങ്ങളിൽ എൽദോസ് അടക്കമുള്ളവരുടെ മൃതശരീരം പുറത്തു വെച്ച് പ്രതിഷേധിച്ച നടപടി അത് രാഷ്ട്രീയമായി പ്രതിപക്ഷം മുതലെടുത്തതാണ് എന്നതടക്കമുള്ള വിമർശനങ്ങളാണ് ഇക്കാര്യത്തിൽ AK ശശീന്ദ്രൻ ഉന്നയിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ മലയോര മേഖലകളിലെ ജനങ്ങൾക്കൊപ്പമാണ് സർക്കാർ നിലകൊള്ളുന്നത്. നിലമ്പൂരിലടക്കമുള്ള വിഷയങ്ങളിൽ സർക്കാർ കൃത്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള വിശദീകരണമാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഈ ഘട്ടത്തിൽ ഉയർന്നിട്ടുള്ളത്. എന്നാലും പ്രതിപക്ഷ നേതാവ് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇക്കാര്യത്തിൽ ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ബഫർ സോൺ വന്നപ്പോഴും വന നിയമ ഭേദഗതിയൊക്കെ വന്നപ്പോഴും സർക്കാർ ഒരു രീതിയിലും മലയോര ജനതയെ പരിഗണിച്ചില്ല. സർക്കാർ ഈ വിഷയം ചർച്ച ചെയ്യാതെയാണ് ഏകണ്ഠമായി തീരുമാനമെടുത്തത് എന്നതടക്കമുള്ള വിമർശനങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് ഉയരുകയും ചെയ്യുന്നുണ്ട്. എന്നാലും പ്രതിപക്ഷ നേതാവിന്റെ ഈ ഒരു പ്രതികരണത്തിന് ശേഷം സഭയിൽ നിന്ന് വിട്ടിറങ്ങാനുള്ള തീരുമാനത്തിലേക്ക് പ്രതിപക്ഷം കടക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിഷ്ണു, യെസ്, ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.